കേരളത്തിൽ കാക്കകൾ പറന്നു തുടങ്ങി. പിണറായിയെ പേടിച്ച് ദേശാടനത്തിന് പോയിരുന്ന കറുത്ത കാക്കകൾ എല്ലാം തിരിച്ചെത്തി. പക്ഷേ കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. കോൺഗ്രസ് ജയിച്ചാൽ മിനിറ്റുകൾക്കകം തീരുമാനിക്കും എന്ന് കെ.സി. വേണുഗോപാൽ പറയുന്നത് കേട്ടു. ആ വേണുഗോപാൽ തന്നെ വരട്ടുവാദവും പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിന് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 6 ദിവസം കഴിഞ്ഞു. പൊറോട്ട് നാടകങ്ങൾ അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നു. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലാണ് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ. ഈ തമാശയ്ക്ക് എന്ന് അന്ത്യം ഉണ്ടാകുമെന്ന് ഒരു ഐഡിയയുമില്ല. മൊത്തത്തിൽ കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെയായി കാര്യങ്ങൾ. പിണറായി സർക്കാരിൻ്റെ PR വർക്കിൽ കിട്ടിയ പൈസ മൊത്തം വാങ്ങിയത് കേരളത്തിലെ മാപ്രകളാണ്. പക്ഷേ പണിയെടുത്തതോ കോൺഗ്രസിന് വേണ്ടി. BJPയെ മാറ്റി നിർത്താൻ കള്ളക്കഥകളെല്ലാം പ്രചരിപ്പിച്ചു. വിറക് വെട്ടിയും വെള്ളം കോരിയും മാപ്രകൾ ഉയർത്തിട്ടും ഹൈക്കമാൻഡ് ഇപ്പോഴും കോൾഡ് സ്റ്റോറേജിൽ തന്നെ. ജാതകത്തിൻ്റെ ബലം കൊണ്ടായിരിക്കണം ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടരുന്നു. കാവൽ മന്ത്രിസഭയാണ്, പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നുമില്ല. എങ്കിലും പേരിന് മുഖ്യൻ പിണറായി തന്നെ. UDFിൻ്റെ കാര്യങ്ങൾ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗ് ആണെങ്കിലും ഇപ്പോൾ അവർ പ്രത്യക്ഷമായി പുറത്തു വന്നിരിക്കുന്നു. സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാണ് അവരുടെ ന്യായം. ലീഗിൻ്റെ അഭിപ്രായത്തെ വിമർശിച്ച ശ്രീ മാത്യു കുഴൽനാടൻ ഇപ്പോൾ പുലിവാൽ പിടിച്ച അവസ്ഥയിലാണ്. കുറിപോയ ശ്രീ ഉണ്ണിത്താൻ അത് ഏറ്റുപിടിക്കുകയും കൂടുതൽ വഷളാക്കുകയും ചെയ്തു. ശ്രീ ഉണ്ണിത്താൻ മായ്ച്ച കുറിയും കൊണ്ട് കാസർഗോഡ് പിടിച്ചു നിൽക്കുന്നത് ലീഗിൻ്റെ ബലത്തിലാണെന്ന് ശ്രീ കുഴൽനാടൻ ഓർത്തു കാണില്ല. ശ്രീ കുഴൽനാടൻ്റെ പോസ്റ്റർ ലീഗ് പ്രവർത്തകർ കത്തിക്കുന്ന വീഡിയോ കണ്ടിരുന്നു. തവനൂരിൽ തെരഞ്ഞെടുപ്പ് ആഘോഷ പ്രകടനക്കാർ ഒരു ആട്ടിനെ നഗരമധ്യത്തിൽ തല അറുത്ത് കൊല്ലുന്നതും അതിൻ്റെ തല കയ്യിൽ പിടിച്ചുകൊണ്ട് താണ്ഡവമാടുന്നതും കണ്ടു. മഞ്ചേശ്വരത്ത് തോറ്റ ശ്രീ സുരേന്ദ്രൻ്റെ ഫ്ലെക്സ് ബോർഡ് ബോംബ് വെച്ച് തകർക്കുന്നതും കണ്ടു. അത് വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതും കണ്ടു. കാസർഗോഡ് പൂഞ്ചക്കാട് എന്ന സ്ഥലത്ത് BJP പണിത വെയിറ്റിംഗ് ഷെഡ് അടിച്ചു നശിപ്പിക്കുന്നതും കണ്ടു. എല്ലാം അത്ഭുത കാഴ്ചകൾ. ഒരു ബഹുസ്വര സമൂഹത്തിന് താങ്ങാൻ പറ്റിയ കാഴ്ചകൾ തന്നെ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഒരു VD സതീശൻ ഫാൻ ഒന്നുമല്ല. എന്നു മാത്രമല്ല, സതീശൻ മുഖ്യമന്ത്രി ആയാൽ കേരളത്തിലെ മതേതര ഹിന്ദുവിൻ്റെ അവസ്ഥ എന്താകും എന്ന് ഏറെ ഉത്കണ്ഠയുമുള്ള ഒരാളാണ്. കഴിഞ്ഞ 10 വർഷം ഒരു സമുദായത്തിന് മാത്രം കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് ചാർത്തിക്കൊടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ബഹുഭൂരിപക്ഷവും ബഹുസ്വരതയും മലയാളികൾക്ക് കൈമോശം വരുമോ എന്നതാണ് എൻ്റെ ഉത്കണ്ഠ. എങ്കിലും മെറിറ്റിന്, അതായത് കഴിവിന് അംഗീകാരം കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ 5 വർഷം കോൺഗ്രസിനെ സഭയിൽ നയിച്ചത് സതീശൻ ആയിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലോർ മാനേജർ ആയിരുന്നു സതീശൻ. മന്ത്രിസ്ഥാനം ഇല്ലായിരുന്നു എങ്കിലും ഭരണപാഠവം ഉണ്ടെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നമ്മൾ 3 തെരഞ്ഞെടുപ്പുകൾ കണ്ടു. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, അതിൽ 20-ൽ 18 സീറ്റും UDF നേടി. 2025 തദ്ദേശ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, ഇതിലും UDF നല്ല വിജയം കരസ്ഥമാക്കി. പിന്നെ ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിൽ 140-ൽ 102 സീറ്റ് വാങ്ങി UDF അത്ഭുത വിജയം കൈവരിച്ചിരിക്കുന്നു. ഈ 3 തെരഞ്ഞെടുപ്പുകളും സതീശൻ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോഴാണ് നടന്നത്. അതുകൊണ്ട് തന്നെ സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് യോഗ്യനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ അതൊന്നും അല്ല പ്രശ്നം. കഷ്ടപ്പെടുന്നവനെയും കഴിവുള്ളവനെയും തിരസ്കരിക്കുന്ന ചരിത്രമാണ് കോൺഗ്രസ്സിന് എപ്പോഴും ഉള്ളത്. ഈ ഹൈക്കമാൻഡ് കളി കോൺഗ്രസിൽ ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. നമുക്ക് പണ്ടത്തെ ഒരു ചരിത്രം ഓർമ്മയില്ലേ? സാക്ഷാൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കഥ. സർദാർ പട്ടേലിന് 12 വോട്ടും നെഹ്റുവിന് 0 വോട്ടും കിട്ടിയ കഥ. അവസാനം ഗാന്ധി എന്ന ഹൈക്കമാൻഡ് പട്ടേലിനെ ഒഴിവാക്കി സംപൂജ്യനായ നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റാക്കി. അന്ന് തുടങ്ങിയതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഗുരുത്വക്കേട്. അത് ഇന്നും തുടരുന്നു. ഇന്ന് ശ്രീ അഖിൽ മഹാരാജൻ്റെ ഒരു പഴയ വീഡിയോ കാണാൻ ഇടയായി. 4.5 വർഷം മുമ്പ് അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന വീഡിയോ.
രമേശ് ചെന്നിത്തലയെ മാറ്റി സതീശനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്ത സമയത്തുള്ള ഒരു ചർച്ചയാണത്. മാരാരുടെ വാക്കുകൾ ഒരു പ്രൊഫസി അഥവാ പ്രവചനം പോലെ തോന്നി എനിക്ക്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോൾ എങ്ങനെയാണോ രമേശ് ചെന്നിത്തല അപമാനിതനായി പുറത്തു പോകുന്നത്, സമാനമായ അവസ്ഥയിൽ വി ഡി സതീശനും അവസാന കാലഘട്ടത്തിൽ അപമാനിതനായി പുറത്തു പോകാനും കെ സി വേണുഗോപാൽ അതേസമയം രക്ഷകനായി അവതരിക്കാനുമുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. എത്ര കൃത്യമായ അവലോകനം! ശ്രീ പിണറായി വിജയന്റെ സർക്കാരിന്റെ പിടിപ്പുകളിനെ വില കുറച്ച് കാണുന്നില്ല. എങ്കിലും കോൺഗ്രസ് എന്ന വെറും പരിമിതമായ സംഘടനാ സംവിധാനങ്ങളുള്ളൊരു പാർട്ടിയെ അഭൂതപൂർവമായ വിജയത്തിലേക്ക് എത്തിക്കാൻ സതീശന് കഴിഞ്ഞു എന്നുള്ളത് വിലയിരുത്തേണ്ടതാണ്. ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ പങ്ക് ഞാൻ കുറച്ച് കാണുന്നില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡ് കെ സി വേണുഗോപാൽ തന്നെയാണ്. കാരണം ശ്രീമതി ഗാന്ധിക്കും മകനും തീരുമാനങ്ങൾ എടുക്കുന്നത് കെ സിയുടെ ഉപദേശപ്രകാരം തന്നെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കെ സിക്ക് ഇക്കാര്യത്തിൽ ശ്രീമതി ഗാന്ധിയെ കൊണ്ട് ഒരു അന്തിമ തീരുമാനം എടുപ്പിക്കാൻ കഴിയും. ഇവിടെ ആകെ കൂടി സംശയിക്കേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ: കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ റോബർട്ട് വാദ്ര എന്ന ശ്രീമതി പ്രിയങ്ക വാദ്രയുടെ ഭർത്താവിൻ്റെ കൈകടത്തൽ എന്തുമാത്രമുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കൂട്ടത്തിൽ കുരുട്ടുബുദ്ധിയുള്ള ഒരാൾ അയാൾ മാത്രമാണ്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തോടുള്ള താല്പര്യക്കുറവും പരിചയക്കുറവും കണക്കിലെടുത്ത് വാദ്രയുടെ കളികൾ ഏതറ്റം വരെ പോകുന്നു എന്ന് അറിയാൻ വയ്യ. കെ സി വേണുഗോപാൽ ഡൽഹി രാഷ്ട്രീയം നിർത്തി കേരളത്തിലേക്ക് കുടിയേറണമെങ്കിൽ അതിന് 2 കാരണങ്ങളുണ്ടായേക്കാം. അതിൽ പ്രധാനമായത് നമുക്ക് ആദ്യം നോക്കാം. ഒരു പക്ഷേ ഇനി ഡൽഹിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന കെ സി വേണുഗോപാലിൻ്റെ ധാരണ. ഇതൊരു ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു സിങ്കിങ് ഷിപ്പാണെന്നും ഇത് ഏത് സമയത്തും മുങ്ങാം എന്ന അദ്ദേഹത്തിൻ്റെ ധാരണ. മുങ്ങുന്നതിന് മുമ്പ് ആകെ കൂടി കിട്ടാവുന്ന ഒരു നല്ല പൊസിഷൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്ഥാനമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എട്ടാമത്തെ വയസ്സിലോ 8ാം ക്ലാസ്സിലോ മറ്റോ ആണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതെന്നും. അപ്പോൾ അതിൻ്റെ ഒരു കൾമിനേഷൻ, അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തീരുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം ആയിരിക്കാം. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതുകൊണ്ട് അത് തരപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ആയിരിക്കണം അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. ഇനി പക്ഷേ ഒരു അവസരം ഇനി കിട്ടിയില്ല എന്ന് വരും. വയസ്സും അദ്ദേഹത്തിൻ്റെ ഒരു ഘടകമാണല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഫാക്ടർ നോക്കാം. രണ്ടാമത്തെ ഫാക്ടർ വാദ്ര ഫാക്ടറാണ്. കുഴിഞ്ഞ ബുദ്ധിയും ബിസിനസ്സുകാരനുമായ വാദ്ര പാർട്ടിയുടെ കാര്യങ്ങൾ ഏറ്റെടുത്താൽ അവിടെ നിന്ന് ആദ്യം ഒഴിവാക്കപ്പെടുന്നത് കെ സി ആയിരിക്കും. വാദ്രയ്ക്ക് ഇപ്പോൾ കൂടുതൽ കയറി മെഴുകാൻ കഴിയാത്തത് കെ സി അവിടെ ഉള്ളതുകൊണ്ടാണ്. ഇനി കെ സി തിരിച്ചു വരുന്ന ഒരു സിനാരിയോ നമുക്ക് നോക്കാം. കെ സി കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിനാരിയോ നമുക്ക് നോക്കാം. കേരളത്തിൽ പെട്ടെന്ന് 2 ബൈ ഇലക്ഷൻ വേണ്ടി വരും. ഒന്ന്, അദ്ദേഹത്തെ നിയമസഭയിൽ ജയിപ്പിക്കാൻ. മറ്റൊന്ന്, അദ്ദേഹം ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നുള്ള MP സ്ഥാനം രാജിവെച്ചാൽ അവിടെ നടക്കുന്ന ബൈ ഇലക്ഷൻ. ഇപ്പോൾ തന്നെ ജനങ്ങൾ ദേഷ്യത്തിലാണ്. ഇനി ഈ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് വിചാരിച്ച ഫലം കിട്ടണമെന്നുമില്ല. മുസ്ലിം ലീഗിനെതിരായിട്ടും കെ സി ആൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും മല്ലയ്യ നമ്മുടെ ഹൈക്കമാൻഡ്? കെ സി കേരളത്തിൽ വന്ന് മുഖ്യനായാലും എവിടം വരെ പോകും എന്നാണ് കാണേണ്ടത്. 2031 തികയ്ക്കുമോ എന്ന് കണ്ടറിയണം. അന്ന് കെ സിയെ സഹായിക്കാൻ ഹൈക്കമാൻഡിലെ ലോ കമാൻഡ് മറ്റാരുടെയെങ്കിലും കയ്യിലായിരിക്കും. കാലം എപ്പോഴും അങ്ങനെയാണ്. അത് കൊണ്ടും കൊടുത്തുമാണ് മുന്നോട്ട് പോകുന്നത്. കാത്തിരുന്ന് കാണാം. പ്രേക്ഷകരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യണം. നന്ദി, നമസ്കാരം.